വിജയമണ്ണാർക്ക് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലവിലുണ്ട്. അത് 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് ദർശനത്തിന് അനുമതിയുള്ളൂ. അത് 30,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിങ്ങും. പക്ഷേ അതിലേറെ ഭക്തർ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ തമ്പടിച്ചിരിക്കുക. ഇവർക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സന്നിധാനത്ത് വന്ന് ഭരണശാലകളൊക്കെ കെട്ടി ഈ മേഖലയിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ്. ഭൂരിപക്ഷം ഇതര സംസ്ഥാനത്തെ അയ്യപ്പ ഭക്തരാണ് വന്നിട്ടുള്ളത്. അവരെല്ലാവരും തന്നെ കഴിഞ്ഞ 2 ദിവസമായി അയ്യപ്പ ഭജനയൊക്കെ ആയി ഈ പ്രദേശത്ത് തന്നെ കൂടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ എല്ലാവരും മടങ്ങുകയുള്ളൂ. ജൂൺ 3 മണിയോടുകൂടി മകര സംക്രമ പൂജ നടക്കും. അതിനുശേഷം വൈകുന്നേരം 6 മണിയാകാനോട് കാത്തിരിപ്പാണ്. അപ്പോഴാണ് കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ തിരുവാഭരണം ഇവിടേക്ക് എത്തിച്ചേരുക. അതായത് കൂടുതൽ കെട്ടി ഭരണശാലകളൊക്കെ കെട്ടി ഇങ്ങനെ കുട്ടികളടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മലയാളികൾ വളരെ കുറവാണ്. എല്ലാവരും ഭൂരിപക്ഷം പേരും ഇതര സംസ്ഥാനക്കാരാണ്. അവരെല്ലാവരും ഇത് കഴിഞ്ഞ് മാത്രമേ ഇവിടെ ഇറങ്ങി പോവുകയുള്ളൂ. ദർശനം കഴിഞ്ഞ് പോവുകയുള്ളൂ. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടമായി പോകുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കും പോലീസും ദേവസ്വവും ഒക്കെ ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ സംവിധാനം കഴിഞ്ഞ ദിവസം ADGP ശ്രീജിത്ത് അദ്ദേഹം ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്നതിനിടെ അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റിരുന്നു. അതോടുകൂടി മറ്റു മേഖലകളിലേക്ക് കൂടുതൽ ഭക്തരെ കയറ്റിവിടുന്നത് അവിടേക്ക് അപകടമുണ്ട് എന്ന നിർദ്ദേശം പോലീസും എല്ലാ മേഖലകളിലേക്കും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലും സന്നിധാനത്ത് ഒരുക്കുന്ന പൂർണ്ണമാണ്. ഏതാണ്ട് ഇപ്പോൾ 1,00,000-ലധികം വരുന്ന ഭക്തർ ഇപ്പോൾ തന്നെ ഉണ്ട്. നേരത്തെ 37,000 കണക്ക് ദർശനം നടത്താൻ പാസ് കൊടുത്ത ആളുകളുടെ എണ്ണം മാത്രമാണ്. വർഷക്യൂ അടക്കമുള്ള ഇതിന്റെ എണ്ണം മാത്രമാണ്. പക്ഷേ അതിലധികം വരുന്ന അയ്യപ്പ ഭക്തർ തീർത്ഥാടകർ ഇപ്പോൾ തന്നെ സന്നിധാനത്തുണ്ട്. മകരവിളക്ക് ദർശനത്തിന് ശേഷം മലയാളം ഇപ്പോൾ എന്തായാലും സന്നിധാനം ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് തീർത്ഥാടകർ